മാധ്യമരംഗത്തെ സത്യസന്ധമായിട്ട് എഴുതുക, പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാഹസികമായ കാര്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എന്നിരുന്നാലും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്നും അത് സ്വീകരിച്ചുകൊണ്ട്, ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ചലഞ്ചുള്ള ഒരു ജോലിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത്തരം ചാലഞ്ചുകൾ ഏറ്റെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടുള്ള പ്രസ്, മീഡിയ. പക്ഷേ അത് അവരുടെ ധർമ്മം നിർവഹിക്കുക കൂടി ചെയ്യണം. മാധ്യമപ്രവർത്തകർ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നുള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൻ്റെ കണിക പോലുമില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് സംശയമില്ല. സർക്കാരുകളുടെ കുഴലൂത്തുകാരായിട്ട് മാറുന്ന മാധ്യമ സംസ്കാരം ഇന്ന് ദേശീയ കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ, ഞാൻ വെർണാക്കുലർ മാധ്യമങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, വളരെ ശ്രദ്ധേയമാണ്. എത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോലും അത് ചർച്ചയാകാറില്ല. നമുക്കറിയാം, സമ്പത്ത് നടന്ന അതിദാരുണമായിട്ടുള്ള സംഭവം, 5 പേരെ ജീവനോടെ പോലീസ് സേന വെടിവെച്ച് കൊള്ളുന്ന കാര്യം ഉണ്ടായിട്ട് ദേശീയ മാധ്യമങ്ങൾ എത്ര പേരെ ചർച്ച ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്യുക മാത്രമല്ല, ഇത്തരം ചർച്ചകളെ വർഗീയ ചേരിതിരിവുള്ള വേദികളാക്കി മാറ്റാൻ മത്സരിക്കുന്നത് ചില മുഖ്യധാര ടെലിവിഷൻ ചാനലുകളാണ്. സാധാരണഗതി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ റോളെന്ന് പറഞ്ഞാൽ സർക്കാരുകൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഓപ്പോസിഷൻ പാർട്ടികളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി ഡെമോക്രസിയിൽ മീഡിയ എടുക്കുന്ന റോൾ. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ അതിനെ പർവ്വതീകരിക്കുകയും ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റുകളെ പോലും ലാഘവത്തോടെ കാണുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം ദേശീയ മാധ്യമങ്ങളിൽ പലരിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് നമ്മുടെ ജനാധിപത്യത്തെ എത്രമാത്രം ശക്തിപ്പെടുത്തും. ലോക്സഭാ ടെലിവിഷൻ ചാനൽ പോലും എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളെ ആരും കാണിക്കാറേ ഇല്ല. അത് പ്രധാനമന്ത്രിയുടെയും ഭരണപക്ഷത്തിൻ്റെയും മുഖം കാണിക്കാനുള്ള ചാനലായി മാത്രം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണോ ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ചയായിരുന്നു ഇന്നലെയും മെനിഞ്ഞാന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ചർച്ചകളിൽ. എത്ര ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ടെലിവിഷനും കാണിക്കാറില്ല. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ട റോളിന് പകരം ദുർബലപ്പെടുത്താനും ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെ മാത്രം പുകഴ്ത്താനും വേണ്ടിയിട്ടുള്ളതായിട്ട് ഞാൻ എല്ലാവരെയും പറയുന്നില്ല. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ സംസ്ഥാനത്തെ മീഡിയകളൊക്കെ അതിന് കുറേയേറെ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം ഞാൻ ചലഞ്ചിങ് ജോബ് ഏറ്റെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഭീഷണി കത്തുകളും ഭീഷണി സന്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാറുണ്ടെന്നതിൽ എനിക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ മാധ്യമപ്രവർത്തകരോട് എനിക്കുള്ള അഭ്യർത്ഥന, റിപ്പോർട്ടുകളുടെ ഉറവിടം നമ്മൾ നോക്കിയിട്ട് ആ ഉറവിടം ഒന്ന് സ്ഥിരപ്പെടുത്തി വേണം ഇത് ചെയ്യാൻ. ഇന്നലെ ഒരു വാർത്ത കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇതിൽ ആ വാർത്ത കേട്ടിട്ട്. അതായത് എന്നെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചത്. ഞാനൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടു, രമേശ് ചെന്നിത്തലയുമായിട്ടാണ് കണ്ടത്. എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം വന്ന് കണ്ടു. റിപ്പോർട്ട് ചെയ്യുന്നവരെ കണ്ടാൽ അദ്ദേഹം നേരിട്ട് വന്ന് കണ്ടതായിട്ടാണ് തോന്നുന്നത്. ഈ പറയുന്ന ആളുകളോട് ഞാൻ ടെലിഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല ഇന്ന് വരെ, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇതെന്ത് മാധ്യമപ്രവർത്തനമാണ്? ഒന്നുകിൽ എൻ്റെ ഓഫീസിൽ അറ്റ്ലീസ്റ്റ് വെരിഫൈ ചെയ്യണം, എന്നോട് വെരിഫൈ ചെയ്യണം. ഇതില്ലാതെ പടച്ചു വിടുകയാണ്. കെ.സി. വേണുഗോപാലിനെ കണ്ടു, എല്ലാ കാര്യങ്ങളും തീരുമാനമായി. കേരളത്തിലെ PCCയെ മറികടന്നിട്ടാണ് അദ്ദേഹം കാണുന്നത്. അല്ല, ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ പരിധികളും സീമകളും വിട്ടിങ്ങനെ പോകാൻ പറ്റുമോ? നമ്മുടെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിന് ആധാരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ കണികകളെങ്കിലും ഉണ്ടാവണ്ടേ? അപ്പോൾ ഈ സ്വന്തം വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും?
ഒരുപാട് നല്ല മാധ്യമപ്രവർത്തകർ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നവർ, ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഈ മേഖലയിൽ നിൽക്കുന്നവർ, ഞാൻ അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇപ്പം നമുക്കറിയാം, ഓരോ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രാവും പകലും ഉറക്കമൊഴിഞ്ഞ് ഇപ്പം പ്രളയം വന്നാലും അപകടങ്ങൾ ഉണ്ടായാലും ഏത് സ്ഥലത്തും ആരെക്കാളും കൂടുതൽ അധ്വാനിക്കുന്നവർ മാധ്യമപ്രവർത്തകരാണ്. അത് വിഷ്വൽ മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും ഒക്കെ തന്നെ. അതിനിടയിൽ ഇത്തരം വിശ്വാസ്യതകളില്ലാത്ത വാർത്തകൾ കൂടി വരുമ്പോൾ അത് പൊതുവായിട്ടുള്ള മാധ്യമ സമൂഹത്തിനൊരു പുഴുക്കുത്തായിട്ടാണത് മാറ്റപ്പെടുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയേണ്ടി വന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.